സോഷ്യൽ മീഡിയ കോണ്ടന്റ് ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, ഈ 2026 ഡിപ്രഷൻ എന്ന കണ്ടീഷനെ കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പോൾ ഒന്ന് സൺഡേ എണീക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഒരു മര്യാദക്ക് നല്ല ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് പറയും. എന്തൊരു കഷ്ടമല്ലേ. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ ഒരുപാട് കാലമായി മെൻ്റൽ ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിക്കോട്ടെ, വാർഡ് തലത്തിലായിക്കോട്ടെ, മെൻ്റൽ ഹെൽത്ത് മേഖലയെക്കുറിച്ചുള്ള ഒരു സ്റ്റിഗ്മ മാറുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലിങ്ങിനെ കുറിച്ചും എന്താണ് ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ക്ലാസ്സുകളും ബോധവൽക്കരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിൽ വലിയൊരു ചേഞ്ച് ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പിന്നെ തോന്നുന്നു ആ ടേമിലും അതേപോലെ ആ ലാംഗ്വേജിലും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഈ മടിയെ അവര് കുറച്ചും കൂടി അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടും ഓവർ തിങ്കിങ് ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം മാറ്റം വന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് ശരിയാണ്. ഈ ഡിപ്രഷന്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അതിനെ മടിയായിട്ട് കാണുന്നതാണ്. ഈ ഇട വരുന്ന കേസുകളിൽ പ്രൊഫഷണൽസ് പോലും അതിനെ മടിയായിട്ടാണ് കാണുന്നത്. അവരുടെ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാതെ അതിനെ മടിയായിട്ടും അവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഇറസ്പോൺസിബിലിറ്റി ആയിട്ടും അതുപോലെ അവർക്ക് ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും ഇല്ല. അവർക്ക് അതിനെ റിജക്റ്റ് ചെയ്യാനും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം മനസ്സിലാക്കുന്നതിനേക്കാളും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡിപ്രഷൻ അത്ര വിസിബിൾ അല്ല. അപ്പോൾ പലപ്പോഴും ഫിസിക്കൽ സിംറ്റംസിനേക്കാളും അവർ ഇൻറ്റേർണലി ആണ് സ്ട്രഗിൾ ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു മടിയോ അതിൻ്റെ തോന്നലാണെന്ന് ചുറ്റുള്ളവരും പറയാം. അത് പക്ഷെ അവരെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടീഷനാണ്, അല്ലാതെ അത് ഗ്ലൂമി ആയിട്ട് ഇരിക്കൽ മാത്രമൊന്നല്ല, മൂഡ് സ്വിങ്സ് ഒന്നല്ല. അത് ചില സമയത്ത് അവർ നന്നായിട്ട് ചിലപ്പം ദേഷ്യപ്പെട്ടേക്കാം, ചില സമയത്ത് അവരെന്ത് ചെയ്യും, തീരെ ഭക്ഷണം കഴിക്കില്ല, നന്നായിട്ട് ഉറങ്ങും. ചിലരാവട്ടെ നന്നായിട്ട് ഫുഡ് കഴിക്കും, ചിലരാണെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യും, ഉറങ്ങും ചെയ്യും, ചിലർക്ക് ഉറക്കമുണ്ടാവില്ല. ഇതൊക്കെ ഡിപ്രഷന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അവരോടും ലോകത്തോടും ഭയങ്കര നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതുവരെ അവർ സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങളിലൊന്നും അവർക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത കാര്യം, ഒരു പ്രൊഡക്റ്റീവ് ആകാൻ പറ്റില്ല, ഒന്നിലൊരു ഇൻട്രസ്റ്റ് തോന്നില്ല, ഒരു വെർത്ത്ലെസ് ഫീൽ ചെയ്യും. അതേപോലെ ആരും എന്നെ സഹായിക്കാനില്ല, ഒരു ഹോപ്പ്ലെസ്സും ഹെൽപ്ലെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു കണ്ടീഷൻ തന്നെയാണത്. അവരോട് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ നന്നായിട്ടൊന്ന് കേൾക്കുക, കുറ്റപ്പെടുത്താതെ, ലേബൽ ചെയ്യാതെ അവർക്കൊരു സ്പേസ് കൊടുക്കുക. അതിനുശേഷം അവർക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ട്രീറ്റ്മെൻറ്റും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.